ഈ വെളുത്ത നിറമോ അല്ലെങ്കിൽ 6 അടി പൊക്കമോ അതിനൊത്ത വണ്ണോ ഇതൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് ടാലൻറ്റഡ് ആയി കഴിഞ്ഞാൽ ജനത്തിനെ ഇഷ്ടപ്പെടുത്താനും എൻ്റർടൈൻ ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലം ഒരു സീറ്റ് കിട്ടും എന്ന് കാണിച്ചു തന്നവരാണ്. കമ്മട്ടിപ്പാടം കഴിഞ്ഞ് ഏറ്റവും ആദ്യം എന്നെ വിളിക്കുന്നതും വിളിപ്പിക്കുന്നതും അംഗീകരിക്കുന്നതും മണിച്ചേട്ടനായിരിക്കും. എനിക്ക് രാമകൃഷ്ണേട്ടൻ്റെ അടുത്ത് ഈ പറഞ്ഞ സൗഹൃദം സ്നേഹമൊക്കെ ഉണ്ട്. എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് നസ്ലിനെ കുറിച്ച് കേൾക്കുമ്പോൾ. ജനങ്ങളിലേക്ക് എത്തിയത് അഞ്ചക്കള്ളക്കോക്കാണ്. എന്നെ ജനം മറക്കുകയോ വെറുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ഒരു ആക്ടറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ വലിയ ഭാഗ്യം ചെയ്ത ഒരാൾ തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ എങ്ങനെയായിരിക്കും എൻട്രി തരിക, അങ്ങനെയൊന്നുമല്ല. ഇവിടെ കൈയടിക്കട എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്നോട് പറയുന്ന ഡയലോഗാണ്, സാറേ കൊലമാസ്. എനിക്കൊരു ഭാഗ്യം കിട്ടി, അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചു. ഒരു നടന് വേണ്ടി മാത്രം ഒരു സിനിമ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലാലേട്ടനെ കഥാപാത്രമായിട്ടാണെങ്കിലും ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റി. പരാതിക്കും പരിഭവത്തിനൊന്നും ഒരു അടിസ്ഥാനമില്ല. അങ്ങനെ ഞാൻ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ എൻ്റെ കുട്ടിത്തം കൊണ്ട് സംഭവിച്ചിട്ടുള്ള. കയ്യടിക്കട എന്ന് നായകൻ പറഞ്ഞപ്പോൾ 2 തവണയാണ് മലയാളികൾ കയ്യടിച്ചിട്ടുള്ളത്. ആദ്യത്തേത് സാക്ഷാൽ ലാലേട്ടൻ ചോട്ടാ മുംബൈയിലും പിന്നീട് കമ്മട്ടിപ്പാടത്തിലെ ബാലൻ ചേട്ടനും. സ്വാഗതം ചെയ്യാം മണികണ്ഠൻ ആർ ആചാരി. വെൽക്കം. നമസ്കാരം. മണികണ്ഠൻ എന്ന അഭിനേതാവിൻ്റെ വളർച്ചയ്ക്ക് ഉദയം നൽകിയത് കമ്മട്ടിപ്പാടമാണ്. അപ്പം കമ്മട്ടിപ്പാടത്ത് തന്നെ തുടങ്ങാം. ഏകദേശം 8 വർഷത്തോളമായി കമ്മട്ടിപ്പാടം റിലീസായിട്ട്. അതായത് ചേട്ടൻ്റെ അഭിനയ ജീവിതം ഏകദേശം ഒരു 10 പതിറ്റാണ്ടോട് അടുക്കാൻ പോവുകയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാട് തോന്നിയിട്ടുള്ള ആരോടാണ്? കടപ്പാട് ഒരുപാട് പേരോടുണ്ട്. സിനിമയിൽ രാജീവേട്ടൻ, ലെനിൻ സാർ, എഡിറ്റർ ബി ലെനിൻ, അദ്ദേഹമാണ് സിനിമ മോഹം ആദ്യം ആകുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇതിൽ വില്ലിങ് ആക്കുന്നത്. അതിന് മുമ്പ് ഇതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു സോറി പറയാം. ഞാൻ നല്ല ടയേർഡാണ്, ശബ്ദം കുഴപ്പമില്ലുണ്ട്. കാരണം ഈ പ്രൊമോഷൻ കോളേജുകളിൽ പോകുമ്പോൾ ഇപ്പോഴും യുവാക്കൾക്ക് എൻ്റെ പുതിയ സിനിമയിലെ ഡയലോഗുകൾ വരാൻ കാത്തിരിക്കുക, അല്ലെങ്കിൽ മറ്റ് പെർഫോമൻസ് ഒന്നും ചോദിക്കുന്നില്ല. കൈയടിക്കട എന്നുള്ളൊരു ഡയലോഗ് മതി. അപ്പോൾ അതുകൊണ്ട് അതിന് നല്ല സ്ട്രെയിൻ ചെയ്ത് തന്നെ പറയണം. 2-3 കോളേജിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്പീക്കർ അടിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവും. ഒരു ക്ഷമ ആദ്യമേ ചോദിക്കുന്നു. പിന്നെ കടപ്പാടുള്ളത് ലെനിൻ സാറിനോടും രാജീവേട്ടനോടും, അതേപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ, എൻ്റെ വീട്ടുകാർ, അച്ഛനമ്മ, എല്ലാവരും ഓരോ നിമിഷം ഓരോരുത്തരോട് കടപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മുന്നേ പറഞ്ഞു ബാലൻ ചേട്ടനാണ് എല്ലാവർക്കും വേണ്ടതെന്ന്. അപ്പം കമ്മട്ടിപ്പാട് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 8 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴും ബാലൻ ചേട്ടൻ്റെ ഒരു മതിൽക്കെട്ട് ഒരു ആക്ടർ എന്ന് നൽകി പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് അതിന് മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ജനങ്ങളിലേക്ക് എത്തിയത് അഞ്ചക്കള്ളക്കോക്കാണ്. അത് എൻ്റെ ഒരു പെർഫോമൻസ് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഒരു ടോട്ടൽ സിനിമ ജനം ഏറ്റെടുക്കുമ്പോൾ അതിനകത്തെ വലുതും ചെറുതും ആയിട്ടുള്ള എല്ലാ ഘടകങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ചർച്ച ചെയ്യപ്പെടാതെ പോയ പല സിനിമകളിലും എൻ്റെ ഗംഭീരമായ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ ഒരു കംപ്ലീറ്റ് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അത് കൊണ്ടായിരിക്കാം ഈ 8 വർഷമായിട്ട് ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് ശരിക്കും അഞ്ചക്കള്ളക്കോക്കാൻ തന്നെയാണ്. എൻ്റെ ഒരു ക്യാരക്ടർ നെയിമിൽ എന്നെ വിളിക്കാൻ സാധ്യതയുള്ളത് ഇനി ശങ്കരാഭരണം എന്ന് പറയുന്ന പേരായിരിക്കും. ഇപ്പോൾ സീരിയസ് വേഷങ്ങളാണ് ചേട്ടനെ കൂടുതലും കണ്ടിട്ടുള്ളത്. ഇപ്പം ഒട്ടുമിക്ക സിനിമകളിലും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന പോലെയാണ് തോന്നിയിട്ടുണ്ടോ എപ്പോഴേലും? കാരണം ചേട്ടൻ ചെയ്തു വെച്ച 2 കഥാപാത്രങ്ങൾ വേറെ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അലമാരയിലെ സുപ്രൻ, അതുപോലെ നല്ല വർണ്ണത്തിൽ ആശങ്കരെ ഗിൽബർട്ട്. അപ്പം അത്തരത്തിൽ ഹ്യൂമറൊക്കെ ചേട്ടൻ അസാധ്യമായിട്ട്, ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും അസാധ്യമായിട്ട് ചെയ്തിട്ടുള്ള 2 കഥാപാത്രങ്ങളാണ് രണ്ടും. അപ്പം അത്തരം വേഷങ്ങൾ ഒരു പ്രേക്ഷകനെ നൽകി എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം അത്തരത്തിലുള്ള സ്ക്രിപ്റ്റ് വരാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ വരുന്ന സ്ക്രിപ്റ്റ് എല്ലാം ഇങ്ങനെ സീരിയസ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണോ? ഒന്ന് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. കാരണം എന്നേക്കാൾ മിടുക്കന്മാരും മിടുക്കികളൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭയങ്കരമായിട്ട് മത്സരമുള്ള ഒരു മേഖലയാണ് അഭിനയം അല്ലെങ്കിൽ സിനിമ. അവിടെ ഞാൻ 8 കൊല്ലമായിട്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഇങ്ങനെ
പൊട്ടുംപൊടിയായിട്ട് ഇങ്ങനെ ഇതിനകത്ത് ഉണ്ട്, എന്നെ മറന്നിട്ടില്ല, എന്നെ ജനം മറക്കുകയോ വെറുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ഒരു ആക്ടറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ വലിയ ഭാഗ്യം ചെയ്ത ഒരാൾ തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടിയല്ല സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത്. അതായത് നടനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല സിനിമ ഒരു നടന് വേണ്ടി മാത്രം ഒരു സിനിമ ഉണ്ടാവുന്നു എനിക്ക് തോന്നുന്നില്ല. ഒരു സിനിമ അതിൻ്റെതായ പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ രീതിയിലുള്ള സിനിമകൾ ആ രീതിയിൽ എവിടെ കൊള്ളിക്കാൻ പറ്റും എന്നവർ നോക്കും, അവിടെ കൊള്ളിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇത്തിരി ആരോഗ്യപരമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ തുടങ്ങി. ആദ്യം ഇപ്പോൾ ചോദിച്ച ചോദ്യം ഒരു വർഷം മുമ്പോ അല്ലെങ്കിൽ 2 വർഷം മുമ്പോ ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരാതിയും ഒരു പരിഭവവും ചെറിയ കണ്ണീരൊക്കെ ഉണ്ടാവും. പക്ഷേ പിന്നീട് എനിക്കത് മനസ്സിലാവുന്നു, സിനിമ പ്രേക്ഷകന് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പോക്കനുസരിച്ചാണ് സിനിമ പോകുന്നത്. ആ പോകുന്ന ട്രെൻഡിൽ എവിടെ മണികണ്ഠനെ വെക്കാൻ പറ്റും അത് തീരുമാനിക്കുന്നത് ഡയറക്ടേഴ്സാണ്, ആ കഥയാണ്. അവിടെ വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മണികണ്ഠൻ നന്നായിട്ട് ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ടൊരു ഡാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, എന്നെ കോൺഫിഡൻസ് ആയിട്ടുള്ളൊരു ഏരിയ, ഫൈറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇമോഷൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ കോമഡികളാണെങ്കിൽ അത് ഡയറക്ടേഴ്സ് തീരുമാനിക്കുന്ന അവരുടെ ആത്മധൈര്യം അനുസരിച്ചിരിക്കും കാസ്റ്റ് ചെയ്യപ്പെടുക. ഏറ്റവും വലിയ സന്തോഷം കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ സിനിമയിലും ചെറുതും വലുതൊക്കെ ആയിട്ട് ഉണ്ട്. ഈ 8 വർഷമായിട്ടും ഞാൻ മേഖലയിൽ ഉണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ വലിയ വിജയം. അതെ, തീർച്ചയായും അതിൽ തൃപ്തനാണ്. അതെ. ഇപ്പം നാടകത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഒരു ഓപ്ഷൻ വെച്ചാൽ നാടകം ഓർ സിനിമ എന്നുള്ള ഓപ്ഷൻ വെച്ചാൽ ഏത് ആദ്യം തിരഞ്ഞെടുക്കും? രണ്ടും ഇല്ലാതെ ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. നാടകം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. സിനിമ ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ, എൻ്റെ എന്നല്ല ഒരാളുടെ കയ്യിൽ അടങ്ങിയിരിക്കുന്ന ഒരു സാധനമല്ല. അല്ല, അതിനെ അങ്ങനെ പിടിച്ചു കെട്ടി ഇത് നമ്മുടെയാണ്, ഞാൻ മരണം വരെ സിനിമയിൽ ഉണ്ടാവുമെന്ന് പറയാൻ കഴിയുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ജീനിയസാണ്. അവർ നമുക്കിപ്പോൾ അങ്ങനെ പറയാവുന്നത് ഇപ്പോൾ എല്ലാ ഭാഷയിലും പറയുകയാണെങ്കിൽ 2 പേര് 3 പേരെ ഉണ്ടാവുള്ളൂ. തമിഴിൽ രജനീകാന്ത്, കമലഹാസൻ, ആ ഒരു ഗണത്തിൽ പെടുത്താവുന്ന കുറച്ച് പേര്. അതുപോലെ മലയാളത്തിൽ ലാലേട്ടൻ, മമ്മൂക്ക, ആ ഗണത്തിൽ പെടുത്താവുന്ന വളരെ കുറച്ച് പേര്. ഹിന്ദിയിലും അതേപോലെ അമീർ ഖാൻ, ഷാരൂഖ് ഖാൻ, ഈ പറഞ്ഞ അങ്ങനെ എല്ലാ ഭാഷയിലും കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. നാടകം അങ്ങനെയല്ല. നാടകം നമ്മളെ വിട്ടു പോവില്ല. നാടകത്തിലേക്ക് നമ്മൾ ഒരു തവണ വീണാൽ അത് ജീവിതകാലം മുഴുവനും നമ്മളുടെ ഒരു ബ്രീത്തായിട്ട് അത് ഉണ്ടാവും. കാരണം ഓരോ നിമിഷവും നമ്മൾ ഡൗൺ ആവുമ്പോൾ അവിടെ നിന്ന് എണീപ്പിക്കുന്നത് ഒരു അമ്മയെപ്പോലെ, ഒരു സുഹൃത്തിനെ പോലെ, ഒരു കാമുകിയെ പോലെയൊക്കെ നമുക്ക് ആത്മബലം തരുന്നത് തിയേറ്ററാണ്. എൻ്റെ ലാംഗ്വേജ് തന്നെ തിയേറ്ററാണ്. ഞാൻ ഈ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും നല്ല ഭാഷയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നല്ല വാക്കുകൾ നല്ല രീതിയിൽ ഉച്ചരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തിയേറ്റർ തന്നിട്ടുള്ളൊരു എനർജിയാണ്, ഒരു ഡെഡിക്കേഷനാണ്. എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചേട്ടൻ തന്നെ രാഷ്ട്രീയം എല്ലാം ജീവിതത്തിലേക്ക് ഒരു നിലപാട് അങ്ങനെ എല്ലാം കൊണ്ടു തന്നൊരു നാടകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സംസാരത്തിൽ രജനീകാന്ത് കയറി ഒന്നുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്, എങ്ങനെയാണ് കാർത്തിക് സുബ്ബരാജിന്റെ പേട്ടയിലേക്കൊക്കെ എത്തിപ്പെടുന്നത്? കമ്മട്ടിപ്പാടാണ്. കാർത്തിക് സുബ്ബരാജ് അവരുടെ ഒരു ടീം ആ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നോടുള്ളൊരു ഇഷ്ടം, ആ ക്യാരക്ടർ ചെയ്ത് എന്നോടുള്ള ഇഷ്ടം ആ സിനിമയിൽ, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ സിനിമയിൽ എനിക്ക് വേണ്ടിയിട്ടല്ല, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെ എന്താ പറയുക, ഞാനും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ളൊരു ഇഷ്ടത്തിൻ്റെ പുറത്ത് വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അല്ലാതെ എൻ്റെ അഭിനയ സാധ്യത മുഴുവനും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സിനിമയല്ല അത്. പക്ഷെ അതിലെ ഡയലോഗ് പോലും ആ സിനിമയിൽ എനിക്ക് ഏറ്റവും ട്രെൻഡ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ് അത്. തമിഴ്നാട്ടിൽ ഇവിടെ കൈയടിക്കട എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്നോട് പറയുന്ന ഡയലോഗാണ് സാറേ കൊലമാസ് എന്ന് പറയുന്ന ഒരു ഡയലോഗ്. ഇപ്പം രജനീകാന്ത് സാറിൻ്റെ കൂടെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പം എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? ഒരുപാട് പറഞ്ഞു പഴകിയിട്ടുള്ളതായിരിക്കും, എന്നാലും ഒരു എക്സൈറ്റ്മെൻറ്റോട് കണ്ടിന്യൂ ആദ്യമായിട്ട് കണ്ടു കിട്ടിയപ്പോൾ ചോദിക്കുകയാണ്, രജനി സാറായിട്ടുള്ള എക്സ്പീരിയൻസ്, മറക്കാൻ പറ്റാത്തൊരു അനുഭവമൊക്കെ എന്തായിരുന്നു ആ സെറ്റിൽ? അദ്ദേഹത്തിനെ കാണുന്ന ഒരു നിമിഷം തന്നെ നമുക്ക് വലിയൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ എങ്ങനെയായിരിക്കും എൻട്രി തരിക, അങ്ങനെയൊന്നുമല്ല. വളരെ ഒരു ആത്മീയമായിട്ടും ഭൗതികമായിട്ടൊക്കെ വളർന്നിട്ടുള്ള ഒരു മനുഷ്യൻ.
വളരെ സാധാരണമായിട്ട് ആ ഒറിജിനൽ തലയുമായിട്ട് ഒരു സാധാ മുണ്ട് ഷർട്ട് വിട്ട് വന്ന് ഈ കൈ ഇങ്ങനെ പിടിച്ച് എല്ലാവരോടും തൊഴുത്. അപ്പം അദ്ദേഹം ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോയാൽ, ഞാൻ പോയാലോ ആര് പോയാലോ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക. എന്നിട്ട് അവർക്കും കൂടി ഇരിക്കാനുള്ളൊരു സ്ഥലം കൊടുത്തതിന് ശേഷം അദ്ദേഹം ഇരിക്കുക. എല്ലാവരും റെസ്പെക്റ്റ്, അതേപോലെ ടൈം പഞ്ച്വാലിറ്റി. അനാവശ്യമായി ഉള്ള ഒരു സൂപ്പർ സ്റ്റാറും ഒരു പരിപാടിയും താരപരിവേഷവും ഒന്നും എനിക്ക് 10-40 ദിവസം അവിടെ നിന്നിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. മീൻസ് പുള്ളിയുടെ ഒരു വലിയ ബഹളമോ അല്ലെങ്കിൽ ക്യാരവാനിലേക്ക് പോകുന്നോ ഒന്നും അങ്ങനത്തെ ഒരു പരിപാടിയും കാണാൻ കഴിഞ്ഞിട്ടില്ല. വളരെ നമ്മളെപ്പോലെ തന്നെ ടേക്ക് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പ്രകൃതി കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ അദ്ദേഹം ഒരു മെഡിറ്റേഷൻ ലെവലിലൊക്കെ അങ്ങനെ ഇരിക്കുന്നു. ആരെങ്കിലും സംസാരിക്കാൻ പോയാൽ നല്ല രീതിയിൽ തന്നെ അവരോട് സംസാരിക്കുന്നു. മലയാളികളെ അദ്ദേഹത്തിന് വലിയ കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടനോടുള്ള സമീപനമൊക്കെ എങ്ങനെയാണ്? ഞാൻ പരിചയപ്പെട്ടു. ഇങ്ങനെ ഒരു സീനിൽ ഞാനും അദ്ദേഹം മാത്രം വരുന്നൊരു സീനിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പോയ അന്ന് മുതൽ ഒന്ന് മിണ്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സീൻ കിട്ടി. ഒരു ചെക്ക് പോസ്റ്റിൽ എന്താ പോലീസുകാരോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് വന്ന് പറയുന്നൊരു സീനുണ്ട്. അപ്പോൾ അത് ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഗ്യാപ്പിൽ അടുത്ത് ഇങ്ങനെ നിൽക്കാൻ നേരത്ത് ഞാൻ പോയി പറഞ്ഞു, സാർ ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്, മലയാളം ആർട്ടിസ്റ്റാണ്, ഇവിടെ ഫസ്റ്റ് പടം ഇങ്ങനെ ദുൽഖർ സൽമാൻ്റെ പടമാണ്, സ്റ്റേറ്റ് അവാർഡാണ് കിട്ടിയത്. ഓ സ്റ്റേറ്റ് അവാർഡാണ് കിട്ടിയിട്ടുണ്ട്, എനിക്കിതുവരെ അവാർഡൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തമാശ രീതിയിൽ ഭയങ്കര. അത് കഴിഞ്ഞ് ഇവിടുത്തെ വെള്ളപ്പൊക്കം ആ സമയത്തായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുക, അങ്ങനെ കുറേ നേരം സംസാരിക്കും. പിന്നെ മുതൽ സെറ്റിൽ വരുമ്പോൾ അദ്ദേഹം പരിചയമുള്ള ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളെ കണ്ടാൽ കാണിക്കുന്നത് പോലെ സുഹൃത്തിനോടെന്ന പോലെ ആ ഒരു ബന്ധം സ്നേഹം കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഫോട്ടോ എടുക്കാൻ നിർത്താണെങ്കിലും അദ്ദേഹം അങ്ങനെ ഇഴുകിച്ചേർന്ന് എല്ലാവരെയും തൊട്ട് നിന്ന് ഫോട്ടോ എടുത്ത്, അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ വേറൊരു മൈൻഡ് സെറ്റിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരുപാട് ഫ്രീ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് ആളുകളാണ്, ഒരുപാട് പേര് വരും. അപ്പോൾ പുള്ളിക്ക് അത് താങ്ങാൻ കഴിയുക, അദ്ദേഹത്തിന് അത് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു ഗ്യാപ്പിട്ടാണ് ഫോട്ടോസിനൊക്കെ നിൽക്കുക. പക്ഷേ എനിക്കൊരു ഭാഗ്യം കിട്ടി, അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചു എന്നുള്ളത് എനിക്ക് വലിയ ഭാഗ്യമാണ്. അത് അദ്ദേഹത്തിനൊന്നും ഓർമ്മയുണ്ടാവില്ല, മറ്റുള്ളവർക്ക് അത് പറയുമ്പോൾ അത് വലിയ കാര്യമായിട്ട് തോന്നണമെന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു ചേർത്ത് പിടിക്കൽ ഭയങ്കര കാര്യമായി തന്നെ എടുക്കുന്നു. അതിലൂടെ തന്നെയാണ് കോബ്രയിലേക്ക് വരുന്നത്, പേട്ടയിലൂടെയാണ് കോബ്രയിലേക്ക് എത്തിപ്പെടുന്നത്. കോബ്രയിൽ അതെ, മേ ബി ആ സിനിമയിലൂടെ തമിഴിൽ അത്യാവശ്യം ടെക്നീഷ്യൻസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ ഇടയിലൊക്കെ പരിചിതനായി. പിന്നെ വിജയ് സേതുപതിയായിട്ടൊരു വലിയ റിലേഷൻഷിപ്പ് ഉണ്ടായി. വിജയ് സാറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ 2 സിനിമകൾ വീണ്ടും ചെയ്തു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. അഞ്ചക്കള്ള കൊക്കാൻ പൊറാട്ട്, ഇപ്പം ശങ്കരാഭരൻ എന്നുള്ള കഥാപാത്രം എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു അത്? സത്യത്തിൽ ഈ ഗംഭീരമാവുന്ന വർക്കുകൾ മാജിക്കലായിരിക്കും. അതിൻ്റെ എഫക്റ്റുകളെ കുറിച്ച് നമുക്ക് ഓർക്കാൻ പോലും പറ്റില്ല. ഞാനത് ഒന്നും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ വിചാരിക്കും. ഒരു അത്ഭുതമായിട്ടായിരിക്കും നമുക്ക് തന്നെ തോന്നുക. പിന്നെ ആകെ ഫിസിക്കലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് ഈ ഫൈറ്റ് സീൻസ് ഞാൻ അത്രയും നീളത്തിലുള്ള ഫൈറ്റ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത്രയും വൃത്തിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ഈ സിനിമയിലാണ്. നടുവിന് എടുത്തിങ്ങനെ ഇടുന്നൊരു സീനുണ്ട്. അപ്പം അത് നടുവിന് ചെറിയ സ്ക്രാച്ചൊക്കെ വന്ന്, സെന്തിലിന് ഈ വാരിയലിൻ്റെ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു എല്ലാവർക്കും. അവരുടെ ഗ്യാങ് എന്ന് പറയുമ്പോൾ ചെമ്പന്റെ ഗ്യാങ് റിയലിസ്റ്റിക് ഫൈറ്റുകളും രാജശേഖർ എന്ന് പറഞ്ഞ മാസ്റ്ററായിരുന്നു തമിഴ്. ചെമ്പൻചേട്ടൻ വഴിയാണോ ഇതിലേക്ക് എത്തുന്നത്? തീർച്ചയായിട്ടും ചെമ്പൻചേട്ടൻ എനിക്ക് ഒരു ആത്മബന്ധം, ഒരു സഹോദര ബന്ധം ചെമ്പൻചേട്ടൻ എനിക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ വർണ്ണത്തിലാശങ്കയാണ് ആദ്യമായിട്ട് ഒന്ന് ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പേ പരിചയപ്പെട്ടിട്ടുണ്ട്, കമ്മട്ടിപ്പാടം കഴിഞ്ഞ് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ വർണ്ണത്തിലാശങ്കയിൽ ഒരുപാട് അടുത്തു, നല്ല രീതിയിൽ മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പടമാണ്. അത് കഴിഞ്ഞ് 19-ാം നൂറ്റാണ്ടിൽ ചെമ്പൻചേട്ടൻ കായംകുളം കൊച്ചുണ്ണിയായിട്ട് ചെയ്യുമ്പോൾ
കായംകുളം കൊച്ചിലുണ്ട് ആ കൂട്ടുകാരൻ കൂട്ടാനായിട്ടാ ബാവ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരിക്കാൻ നേരത്ത് ഇങ്ങനെ ഉല്ലാസിനെ കുറിച്ച് പറയും. ഉല്ലാസ് ചെയ്തിട്ടുള്ള ഒരു പാമ്പച്ചി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം കാണിച്ചു തരും. അവനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉടനെ ഉണ്ടാവില്ല, കുറച്ചാൾ കഴിയും. പക്ഷേ നിന്നെ വിളിക്കും, നീ വന്നിട്ട് കേട്ടിട്ട് നമുക്ക് നോക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞു വിളിക്കുമ്പോൾ. ഏതാണ്ട് ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് ഉല്ലാസ് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പനമ്പള്ളികാറിൽ ഒരു കോഫി ഷോപ്പിൽ പോയി 2 കാപ്പി പറഞ്ഞ് അത് കുടിച്ച് തീരുന്നതിനുള്ളിൽ എന്താണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എനിക്ക് സിനിമ ചെയ്യണം എന്ന് തോന്നിയ ഘടകങ്ങളൊന്ന്, ഉല്ലാസ് എന്ന് പറയുന്ന മേക്കർ എന്താണെന്ന് പാമ്പച്ചി എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിമിലൂടെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കഥ വളരെ സിമ്പിളാണ്. ഇതുവരെ പറഞ്ഞിട്ടുള്ളതോ പറയാൻ സാധ്യതയുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു വളരെ ലളിതമായൊരു കഥയാണ്. പക്ഷേ ആ കഥയെ അദ്ദേഹത്തിൻ്റെ ഒരു മാജിക് ടച്ച് കൊടുക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു കയ്യൊപ്പ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നെ അതിൽ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പേര് വളരെ വ്യത്യസ്തമായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സിനെയും പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി എല്ലാം ഒക്കെ. അപ്പോൾ ശങ്കരാഭരണം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ശങ്കരൻ, ആ പേര് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഏതാണ്ടൊരു 10-30 ദിവസത്തോളം ഷൂട്ടുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ ഇൻട്രോ എന്ന് പറയുന്ന സിനിമയിൽ ഷൂട്ടിങ്ങിൽ ആദ്യമായിട്ട് എടുക്കുന്ന ഷോട്ട് എന്ന് പറയുന്നത് സിനിമയുടെ ഇൻട്രോ തന്നെയാണ്. സിനിമയിൽ എനിക്ക് തന്നിട്ടുള്ള ഇൻട്രോ തന്നെ. അപ്പം അതെന്നെ വല്ലാതെ എൻ്റെ കണ്ണ് നിറയുന്ന രീതിയിലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കുറേ കൊല്ലങ്ങളായിട്ട് അങ്ങനത്തെ ഒരു മാസ പരിപാടി എനിക്ക് കിട്ടിയിട്ടില്ല. കമ്മട്ടിപ്പാടത്തിന് ശേഷം എനിക്കൊരു അത്തരം പൊപ്പറിലൊക്കെ വെച്ചിട്ട് കാറ്റൊക്കെ അടിച്ച് കരിയില പറക്കുന്നു, അങ്ങനെ വരുന്നു. എല്ലാവരും അപ്പോൾ യൂണിറ്റിലെല്ലാവരും നോക്കി നിൽക്കുന്നത് എല്ലാം ഇത് മറ്റേ ഹീറോയ്ക്ക് കൊടുക്കുന്നൊരു പരിവേഷം തന്നെയായിരുന്നു. പടം ഇറങ്ങുമ്പോഴാണ് നമ്മൾ 3 ഹീറോസിലൊരു ഹീറോ തന്നെയാണ് ശങ്കരൻ, അല്ലെങ്കിൽ ലീഡിങ് ക്യാരക്ടേഴ്സിലൊരാൾ തന്നെയാണ്. അപ്പോൾ അത് എൻ്റെ ലൈഫിന് തന്ന 2ാമത്തെ എൻട്രി ആയിട്ടാണ് ഞാൻ ആ എൻട്രിയെ കാണുന്നത്. ഷൂട്ടിങ്ങിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും അത് എൻ്റെ ഒരു റീ എൻട്രിയാണ്. സിനിമ കണ്ടതിന് ശേഷം ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, മറക്കാൻ പറ്റാത്തത് ഏതാണ്? ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ചു. അതിൽ ബാബുച്ചേട്ടൻ, ഇടവേള ബാബുച്ചേട്ടൻ, അങ്ങനെ എല്ലാ സിനിമയും കണ്ടിട്ട് വിളിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരെയും വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് കണ്ടിട്ട് എന്നെ വിളിച്ചു, എടാ ഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, പടം ടോട്ടലി നന്നായിട്ടുണ്ട്, നീ ഗംഭീരമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര. ഇതിൽ ഒന്ന് ഇടപെട്ടോട്ടെ. ബാബുചേട്ടൻ്റെ ഒരു മെസ്സേജ്, എൻ്റെ കൂട്ടുകാരന് ബാബുചേട്ടൻ അയച്ചൊരു മെസ്സേജ്, ഒരു വോയിസ് നോട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടായിരുന്നു. അതിലെടുത്ത് ബാബുചേട്ടൻ പറയുന്ന ഒരു കാര്യമാണ്, ഇത്രയും വലിയ സിനിമകൾ ഓടുമ്പോൾ ആരും കാണാതിരിക്കരുത്, കാരണം അത്രയും ഗംഭീര സിനിമയാണ് ഈ പൊറാട്ട്. സോറി, പെട്ടെന്ന് വായിൽ വരില്ല, അഞ്ചക്കള്ള കൊക്കാൻ പൊറാട്ട്. അപ്പോൾ ബാബുചേട്ടൻ്റെ ഒരു വോയിസ് നോട്ട്, ഒരു 1.5 മിനിറ്റുള്ള വോയിസ് നോട്ട് ഉണ്ട്. അതിൽ ബാബുചേട്ടൻ എടുത്ത് പറയുന്ന പെർഫോമൻസ് ആണ് ചേട്ടൻ്റേത്. അപ്പം ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളതാണ്, കൂട്ടുകാരൻ അയച്ച വോയിസ് നോട്ട്. താങ്ക് യു. ബാബുചേട്ടന് ഇപ്പോൾ അമ്മ സംഘടനയുടെ ഒരു മെമ്പർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളോടൊക്കെ സ്നേഹം കാണിക്കുന്ന ഒരാളാണ്. എന്നോട് മാത്രമല്ല, എല്ലാ ആക്ടേഴ്സിനോടും അതേപോലെ തന്നെയാണ്. പക്ഷെ എന്നോട് പറഞ്ഞ പോലെ നമ്മൾ ഈ വന്ന വഴിയൊക്കെ അറിയാവുന്നതുകൊണ്ട് കുറേയും കൂടി സ്നേഹം, ഒരു വാത്സല്യമൊക്കെ ഉണ്ട്. കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും, അന്വേഷിക്കും. കൊറോണ സമയത്തൊക്കെ സംഘടനാപരമായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബാബുചേട്ടൻ പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബാബുചേട്ടൻ അടുത്ത ഒരാളാണ്. പിന്നെ സുധി കോപ്പ, സുചേട്ടനൊക്കെ ഒരുപാട് ഇഷ്ടമായി പടം. നെസ്ലിൻ പടം കണ്ടിട്ട്, കുരുതി മുതൽ എൻ്റെ ഒരു ബ്രദറാണ് നെസ്ലിൻ. അതേപോലെ റോഷൻ ഒക്കെ എന്നെ സിനിമയിലെ ജനപ്രിയനാണ് ഇപ്പോൾ. അതെ, എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് നെസ്ലിനെ കുറിച്ച് കേൾക്കുമ്പോൾ. ഒരു എന്താ പറയുക, ജനപ്രിയ നായകനിലേക്ക് രാജമൗലി പോലും എടുത്ത് പറഞ്ഞിട്ടുള്ള നസ്ലിൻ വരുന്നു എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല നല്ല മെസ്സേജുകളും റിവ്യൂസ്, പല റിവ്യൂസും നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ റിവ്യൂവർമാർ നമ്മളുടെ പേര് ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാ റിവ്യൂസും, പ്രധാനപ്പെട്ട എല്ലാ റിവ്യൂസിലും എൻ്റെ പേര് 2-3 മിനിറ്റ് എന്നെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിനിമ കൊടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതിന് ഉല്ലാസിന്
ചെമ്പൻ ചേട്ടനും ഒക്കെ നന്ദി പറയുന്നു. ഇപ്പോൾ കുരുതി കയറി വന്നുകൊണ്ട് പറയാം, കുരുതിയിലെ ചേട്ടൻ്റെ കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, വിട്ടുപോയതാണ്, ഭയങ്കര ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ്. ആ സിനിമ അത് പറഞ്ഞ വിഷയവും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഇപ്പോൾ പറഞ്ഞു കമ്മട്ടിപ്പാടത്തിന് മുമ്പുള്ളൊരു മണികണ്ഠനെ പറ്റിയിട്ട് ഇടവേള ബാബു ചേട്ടനൊക്കെ അറിയാമെന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു കമ്മട്ടിപ്പാടത്തിന് മുമ്പുള്ള മണികണ്ഠൻ ആചാര്യ എന്ന വ്യക്തിയുടെ ജീവിതം? അല്ല, അത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പം നിങ്ങൾക്കും അറിയാം. എങ്കിലും നിങ്ങളുടെ ചോദ്യത്തിന് അത് എല്ലാ നടന്മാരനുഭവിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടിയൊക്കെ എന്തെങ്കിലും സ്ട്രഗിളുകൾ അല്ലെങ്കിൽ എന്നെക്കാൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരുപാട് പേരുണ്ട്. സ്ട്രഗിളല്ല, അതിൻ്റെ ഒരു ട്രാവലിംഗ് അങ്ങനെയാണ്, അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. നമുക്ക് പ്രത്യേകിച്ച് സിനിമയിൽ വേറൊരു അഡ്രസ്സ് ഇല്ല, നമ്മളായിട്ട് സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അഡ്രസ്സാണ്. അപ്പം അത് നിസ്സാരമല്ല. ഈ സ്ഥലം ചെറുതല്ലല്ലോ, അല്ല 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 ചെറിയ സ്ഥലങ്ങളിൽ എത്താൻ വലിയ ദൂരം ട്രാവൽ ചെയ്യേണ്ട വരില്ല. അടുത്തുള്ളപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് തൃപ്പൂണിത്തുറ പോകണമെങ്കിൽ നമുക്ക് വലിയ ക്ലേശങ്ങളില്ലാതെ പോയിട്ട് വരാം. അതേസമയത്ത് നമുക്ക് ഒന്ന് തിരുവനന്തപുരം പോകണമെങ്കിൽ അതിൻ്റെ ട്രാവൽ രീതി മാറിയില്ലേ, ലഗേജ് കൂടുതലാവും, വണ്ടിക്കാശ് കൂടും, ഭക്ഷണം എന്തെങ്കിലും കരുതണം, റൂം കരുതണം എന്ന് പറയുന്ന പോലെയാണ്. സിനിമ എന്ന് പറയുന്ന സ്ഥലം വലുതാണ്, ദൂരം കൂടിയ സ്ഥലമാണ്. അപ്പം ഇവിടെ എത്താൻ നമുക്ക് അതിൻ്റേതായ നമ്മൾ ശേഖരിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ ചേട്ടൻ്റെ ലൈഫ് നോക്കുമ്പം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം, മണിച്ചേട്ടനായിട്ട് കുറേ സാമ്യതകളുണ്ട്. എല്ലാം അഭിനയത്തിൻ്റെ കേസിലായാലും വന്നിട്ടുള്ള ഇതിൻ്റെ കേസിൽ മണിച്ചേട്ടൻ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? തീർച്ചയായിട്ടും. മണിച്ചേട്ടൻ, ശ്രീനിവാസൻ ചേട്ടൻ, അതേപോലെ വിനായകൻ ചേട്ടൻ, ഇവരെല്ലാവരും നമുക്ക് റോൾ മോഡലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഭംഗിയല്ല, അവർക്ക് ഭംഗിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഭംഗിയില്ല എന്നുള്ളതല്ല, സിനിമയുടെ ഒരു ധൈര്യം തന്നത്, സിനിമയുടെ ഒരു സങ്കല്പ ഭംഗിയുണ്ടല്ലോ, ആ ഭംഗിയല്ല ഈ പറഞ്ഞ ആളുകൾക്ക് ആർക്കും, വേറൊരു ഭംഗിയാണ്. അവരൊക്കെയാണ് വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറയാൻ പറ്റുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെ ഈ വെളുത്ത നിറമോ അല്ലെങ്കിൽ 6 അടി പൊക്കമോ അതിനൊത്ത വണ്ണോ ഇതൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് ടാലൻറ്റഡ് ആയി കഴിഞ്ഞാൽ ജനത്തിനെ ഇഷ്ടപ്പെടുത്താനും എൻ്റർടൈൻ ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലം, ഒരു സീറ്റ് കിട്ടും എന്ന് കാണിച്ചു തന്നവരാണ്. മണിച്ചേട്ടനായാലും കൂടുതലും എനിക്ക് അടുത്തൊരാളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പല കല്യാണ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടും. അതേപോലെ ഈ പറഞ്ഞ പോലെ കാവടിയാട്ടം, ഈ ബസ്സിൽ വണ്ടി ഓട്ടോറിക്ഷക്കാരനല്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ കൂടുതൽ ഓട്ടോറിക്ഷക്കാരാണ് എൻ്റെ സുഹൃത്തുക്കൾ. പിന്നെ കുടുംബ സാഹചര്യങ്ങളും അത്തരം അദ്ദേഹത്തിൻ്റെ കുറേ, എത്ര വലുതായാലും എൻ്റെ നാട് വിട്ടിട്ടുള്ളൊരു പരിപാടി ഇല്ല, എനിക്കില്ല എന്ന് പറയുന്നത് ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്ക് തൃപ്പൂണിത്തുറ ആണ് എൻ്റെ വലുത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സാമ്യം ഉണ്ടാവാം. പിന്നെ ആളുകളിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിച്ചേട്ടൻ്റെ രൂപമായിട്ടൊരു ബന്ധമില്ല. മണിച്ചേട്ടൻ്റെ ആക്ടിങ് സ്കില്ലുമായിട്ട് എന്നെ കമ്പയർ ചെയ്യാനേ സാധിക്കില്ല. മണിച്ചേട്ടൻ ചെയ്യുന്ന കഥാപാത്രം മണിച്ചേട്ടൻ മാത്രമേ ചെയ്യൂ. അതിന് പകരക്കാരനായിട്ട് ഒരാൾ വരില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്, വരണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം മണിച്ചേട്ടന് പകരം വേറൊരാളെ വെക്കാൻ താല്പര്യമില്ല, മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മണിച്ചേട്ടൻ ഇവിടെ ഉണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ചേട്ടൻ്റെ വളർച്ച. തീർച്ചയായിട്ടും കമ്മട്ടിപ്പാടം കഴിഞ്ഞ് ഏറ്റവും ആദ്യം എന്നെ വിളിക്കുന്നതും വിളിപ്പിക്കുന്നതും അംഗീകരിക്കുന്നതും മണിച്ചേട്ടനായിരിക്കും. അത് രാമകൃഷ്ണൻ ചേട്ടൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ കാണുമ്പോഴൊക്കെ പറയും, ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്തേനെ എന്ന് പറയാറുണ്ട്. എനിക്ക് രാമകൃഷ്ണൻ ചേട്ടൻ്റെ അടുത്ത് ഈ പറഞ്ഞ സൗഹൃദവും സ്നേഹമൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിട്ടും ഇപ്പോൾ മണിച്ചേട്ടനെ പോലെ തന്നെ സംസാരിക്കുന്ന അല്ലെങ്കിൽ മണിച്ചേട്ടൻ്റെ രൂപമുള്ള പല ആളുകളുണ്ട്. അവരെയൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പിന്നെയും നമുക്ക് ആലോചിക്കാം അവരങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ എൻ്റെ ചില കഥാപാത്രങ്ങൾ കാണുമ്പോൾ മണിച്ചേട്ടനെ ഓർമ്മ വരുന്നു എന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ മണിച്ചേട്ടൻ ചെയ്യേണ്ട പോലത്തെ കഥാപാത്രമാണെന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ മനുഷ്യൻ എന്നെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു, ഞാൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്.
മണിച്ചേട്ടനെ ഏറ്റവും കൂടുതൽ സിനിമയിൽ പിന്തുണച്ചിട്ടുള്ള ആളായിരിക്കും വിനയൻ സാറ്. വിനയൻ സാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു ചേട്ടൻ സിനിമയൊക്കെ വിനയൻ സാറ് ആയിട്ട് നല്ല സൗഹൃദമാണ്. ഇപ്പോൾ അടുത്ത സിനിമകളിലോ അല്ലെങ്കിൽ വരുന്ന സിനിമകളിലൊക്കെ വിനയൻ സാറിൻ്റെ കൂടെ സഹകരിക്കാൻ വിളിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. 19ാം നൂറ്റാണ്ടിലും എനിക്ക് നല്ല കഥാപാത്രം തന്നെയാണ്. അതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥാപാത്രം ഞാൻ കായംകുളം കൊച്ചുണ്ണിയിൽ ചെയ്തതാണ്. ഒരു കഥാപാത്രത്തെ 2 തവണ അവതരിപ്പിച്ചിട്ടുള്ള നടന്മാർ ചുരുക്കമായിരിക്കും. രണ്ട് സിനിമകളിൽ ഒരു കഥാപാത്രം, അതും 2 വെവ്വേറെ ആളുകളുടെ സിനിമകളിൽ ചേട്ടൻ മാത്രമായിരിക്കാം സാധ്യതയുണ്ട്. അത് രണ്ടും എടുത്ത് നോക്കിയാൽ രണ്ടും വേറെയാണ്. പാവ എന്ന് പറയുന്ന കഥാപാത്രം ഒന്നാണെങ്കിലും അവതരണ ശൈലി രണ്ടും വേറെയാണ്. അതായത് റോഷൻ ആൻഡ്രോസ് എന്ന് പറയുന്ന സംവിധായകൻ കണ്ട ഭാവ എന്താണ് അതവിടെ കൊടുത്തു. വിനയൻ എന്ന് പറയുന്ന സംവിധായകൻ കണ്ട ഭാവം എന്താണ് അതിവിടെ കൊടുത്തു. അത് വലിയൊരു ഭാഗ്യവും എനിക്ക് മുമ്പോട്ട് വെക്കാവുന്ന നടൻ എന്നുള്ള നിലയിൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ നല്ലൊരു കളിമണ്ണാണ്, എന്നെ എങ്ങനെ വേണമെങ്കിലും കുഴയ്ക്കാം എന്ന് കാണിക്കാവുന്ന ഒരു സന്ദർഭമാണ് അത്. ഇപ്പോൾ 8 വർഷമായി സിനിമയിൽ എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സിനിമയിൽ നിന്ന് നല്ലതല്ലാത്ത മോശം അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ എവിടെന്നെങ്കിലും? സിനിമയിൽ നിന്ന് മാത്രമല്ലല്ലോ, സ്വന്തം വീട്ടിൽ നിന്ന് ഉണ്ടാവൂലേ? അല്ല ചോദിക്കാം, അങ്ങോട്ട് ചോദിക്കാം. സ്വന്തം വീട്ടിൽ നിന്ന് ഉണ്ടാവില്ല, കൂടപ്പിറപ്പുകളും കൂട്ടുകാരും എപ്പോഴും നല്ലത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഇല്ല. നമുക്ക് നല്ലത് മാത്രം വന്നുകൊണ്ടിരിക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അതിനെ വലിയ കാര്യമായിട്ട് പരിപോഷിപ്പിക്കാനോ ആഘോഷിക്കാനോ അതെടുത്ത് പറയത്തക്ക ഒന്നും എനിക്ക് സംഭവിച്ചിട്ടുമില്ല. എനിക്ക് അങ്ങനെ എന്നെ ഒന്നാലോചിക്കുക, 8 വർഷം കൊണ്ട് ഞാൻ ഇന്ത്യയിലെ 3-4 ഭാഷയിൽ അഭിനയിച്ചു. എല്ലാ നായകന്മാരുടെ കൂടെയും സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. ഒരു സ്റ്റേറ്റ് അവാർഡ്, അതേപോലെ പഞ്ചാബിൽ നടന്ന ഒരു നാഷണൽ ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ടർ അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ അംഗീകാരങ്ങൾ കിട്ടി. അത്യാവശ്യം സാമ്പത്തികമായി ഉയർന്നു. എൻ്റെ വസ്ത്ര രീതികൾ മാറി, ഭക്ഷണ രീതികൾ മാറി, എനിക്ക് ഒരു കുടുംബമായി, ഒരു വീട് സ്വന്തമായിട്ട് ആയി, സഞ്ചരിക്കാനൊരു കാറായി. ഇനി ഞാൻ എന്താ പരാതിപ്പെടേണ്ടത്? ഇനി എനിക്ക് എന്താ വേണ്ടത്? ഇനി കിട്ടുന്ന എല്ലാം ബോണസല്ല. അപ്പം അവിടെ പരാതിക്കും പരിഭവത്തിനൊന്നും ഒരു അടിസ്ഥാനമില്ല. അങ്ങനെ ഞാൻ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ എൻ്റെ കുട്ടിത്വം കൊണ്ട് സംഭവിച്ചിട്ടുള്ള കുട്ടികളാണ്. എനിക്കത് കിട്ടിയില്ല, അത് കിട്ടിയില്ല, എന്നെ കൊണ്ടുപോയില്ല, എന്നെ കണ്ടില്ല, എന്നെ എടുത്തില്ല എന്നൊക്കെ. ശരിക്കും എത്ര കിട്ടിയാലും മതിയാവാത്ത ആളുകളുടെ ഇടയിൽ ചേട്ടനൊരു അവർക്ക് ബാക്കിയുള്ളവർക്കൊരു പ്രചോദനമാണ്. നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കണം. അറിവിനേക്കാൾ വലുതാണ് തിരിച്ചറിവ്. തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ തെറ്റാണ് എന്ന് ബോധ്യപ്പെടാതെ വീണ്ടും അതേ തെറ്റുകൊണ്ട് ട്രാവൽ ചെയ്യുന്നതാണ് വലിയ തെറ്റ്. മനസ്സിലായോ? അത് ബോധ്യപ്പെടുകയും ആ തെറ്റ് തിരുത്തുകയും പുതിയ ശരികൾ തേടി സഞ്ചരിക്കുകയും ശരിയിലേക്ക് എത്താൻ വേണ്ടി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കലാകാരൻ്റെ ആത്മീയമായ തലം. വളരെ ശരിയാണ്. അതുപോലെ നമ്മളെ ഈ ഭ്രമയുഗം ഡിജിറ്റൽ യുഗത്തിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, അതിനൊരു ഭാഗ്യം ലഭിച്ചു. അതിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പണിംഗ് ഷോട്ട് മുതൽ കുറച്ച് നേരം ഭാഗമാവാൻ, നല്ലൊരു കഥാപാത്രം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? കാരണം നമ്മൾ പണ്ട് കണ്ട് പരിചയമുള്ളതാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ. 2024 എനിക്ക് തന്നിട്ടുള്ള ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് മലൈക്കോട്ടെ വാലിബൻ. അതിലേക്ക് ഞാൻ വരികയായിരുന്നു. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകൻ്റെ കൂടെ ഒരു സീൻ അഭിനയിച്ച് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് നടീനടന്മാർ കേരളത്തിന് പുറത്തുമുണ്ട്, അകത്തുമുണ്ട്. അങ്ങനെയുള്ളൊരു സംവിധായകൻ്റെ ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയിൽ 10-40 ദിവസം ട്രാവൽ ചെയ്യാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ മധു നീലകണ്ഠൻ കമ്മട്ടിപ്പാടത്തിന് ശേഷം വീണ്ടും മധുചേട്ടനായിട്ട് ഒന്നിക്കാൻ പറ്റി. അതേപോലെ റഫീഖ റൈറ്റർ, അദ്ദേഹത്തിന് എനിക്കിഷ്ടപ്പെട്ട ഒരു റൈറ്ററാണ്. ലാലേട്ടൻ്റെ കൂടെ ജസ്റ്റ് 1-2 സീനല്ല, ഒരുപാട് സീനുകൾ അഭിനയിക്കാനും ലാലേട്ടനെ കഥാപാത്രമായിട്ടാണെങ്കിലും ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റി. അതൊക്കെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് പാടുതോമയും നരസിംഹവും 6-ാം തമ്പുരാനൊക്കെ
ക്യൂവിൽ നിന്ന് ഇടി കൊണ്ട് ടിക്കറ്റ് എടുത്ത് ഇരുന്ന് ലാലേട്ടൻ്റെ എൻട്രിക്ക് കൂവി വിളിച്ച് കൈയടിച്ച ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് എത്ര വലിയ സൗഭാഗ്യമാണ് അത്. അത് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം. ഞാനൊരു കടുത്ത മോഹൻലാൽ ഫാനാണ്. അതേപോലെ മമ്മൂക്കാനെ അടുത്ത് കാണുക എന്ന് പറയുന്നതൊക്കെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വലിയ ഭാഗ്യമാണ്. നടൻ എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാനും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അഭിനയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനും ഒക്കെ, നമ്മളെ എൻ്റെ കല്യാണത്തിന് വീഡിയോ കോൾ വിളിക്കുക, അതൊക്കെ സ്വപ്നമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ വലിയ ഭാഗ്യം തന്നെയാണ്. ഇപ്പം ഇവിടെ ഒന്നും നമുക്ക് ഇനി ഇത്രയും കിട്ടിയവിടത്ത് കിട്ടാത്തത് വളരെ ശുഷ്കമാണ്, വളരെ ചെറുതാണ്. ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ലാലേട്ടനെ പറ്റിയിട്ട് ഒരുപാട് ഇമോഷണലായിട്ട് കുറേ സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ ചേട്ടൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ലാലേട്ടനും വാലിബൻ്റെ ഇൻ്റർവ്യൂ സമയത്തൊക്കെ ചേട്ടൻ്റെ പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മികച്ച അഭിനേതാക്കൾ എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള പേര് ചേട്ടൻ്റെയാണ്. അപ്പോൾ ലാലേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതായത് ലാലേട്ടന് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാകും കുറേ കാര്യങ്ങൾ. ഈ പറഞ്ഞ ലെജൻസായിട്ട് നമ്മളിന്ന് കൊണ്ടു നടക്കുന്ന എല്ലാവർക്കും അവരുടെ ഇൻഡിവിജ്വൽ ഗ്രേറ്റ്നെസ് ഉള്ളവരാണ്. അതെ. അല്ലാത്തവർ ഇത്രയും വർഷം ഒരു മേഖലയിലും സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരാൾ ഒരു അത്ഭുതമാണ് ക്രിക്കറ്റ് ദൈവം എന്നൊക്കെ പറയും. അതെ. ഇപ്പം മെസ്സി, അതേപോലെ നമ്മുടെ IM വിജയേട്ടൻ, അങ്ങനെ ഇപ്പം മൈക്കിൾ ജാക്സൺ, മറഡോണ എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് അവരുടേതായ ഒരു ഗ്രേറ്റ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു കരിഷ്മയുണ്ട്. ഒരിക്കലും മാത്രം സംഭവിക്കുന്ന അത്ഭുതം എന്നൊക്കെ പറയുന്ന പോലെ. തീർച്ചയായിട്ടും പകരം വെക്കാനോ അല്ലെങ്കിൽ പകരം ആലോചിക്കാനോ പറ്റില്ല. അപ്പോൾ ലാലേട്ടൻ്റെ ഒരുപാട് പോസിറ്റീവുകളുണ്ട്. കോ ആക്ടേഴ്സിന് കൊടുക്കുന്ന ഊർജം, അതുപോലെ ആ ഫുൾ സെറ്റിനെ എന്താ പറയുക ബൂസ്റ്റപ്പ് ചെയ്തെടുക്കുന്ന രീതി. അല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏത് മരുഭൂമിയിലും അദ്ദേഹം ഒരു പച്ചപ്പ് ഉണ്ടാക്കാനുള്ള ഒരു മായാജാലം അദ്ദേഹത്തിനുണ്ട്, കയ്യിലുണ്ട്. ഇരിക്കുന്ന നിമിഷത്തെ 100% ആസ്വദിക്കുക, അനുഭവിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അതെല്ലാവർക്കും സാധിക്കില്ല. ഞാനിപ്പോൾ താങ്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെക്കുറിച്ചും എൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അടുത്ത ചോദ്യം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഒരു 50-60% ഞാൻ ഇവിടെ ഉണ്ടാവുള്ളൂ. ബാക്കി 40% ഞാൻ പുറത്തായിരിക്കും. പക്ഷെ എനിക്ക് ലാൽ സാറിനെ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 100% അവിടെ ഉണ്ട്. ഇപ്പം എന്നോട് സംസാരിക്കുകയാണെങ്കിൽ എന്നോട് മാത്രമാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു മാജിക് ഉണ്ടല്ലോ, ഒരു അനുഭവിക്കൽ. അത് വലിയൊരു എന്താ പറയുക കാര്യമായിട്ട് തന്നെ അല്ലെങ്കിൽ അത്ഭുതമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ മമ്മൂട്ടി സാർ, അദ്ദേഹത്തിൻ്റെ കൂടെയും വർക്ക് ചെയ്യുമ്പോൾ ഇത് അനുഭവമാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് മനുഷ്യരാണ്. ഈ മലൈക്കോട്ടെ വാലിബൻ വലിയ പ്രതീക്ഷയിൽ വന്നൊരു സിനിമയായിരുന്നു. പക്ഷെ അത് ജനങ്ങൾ അത്രയും സ്വീകരിച്ചില്ല. ഭാവിയിൽ പക്ഷെ ഒരു ക്ലാസിക്കൊക്കെ ആയിട്ട് വാഴ്ത്തപ്പെട്ടേക്കാം. അപ്പം അത്തരത്തിൽ വലിയ പ്രതീക്ഷയിൽ വരുന്ന സിനിമകൾ ഇങ്ങനെ പരാജയമാകുമ്പോൾ അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ അഭിപ്രായങ്ങളെ മാനിക്കാൻ ശ്രമിക്കാറുണ്ടോ? അല്ലെങ്കിൽ അല്ല, ഞാൻ ചെയ്തതാണ് മികച്ചത്, അവർക്ക് നടനെന്ന നിലയ്ക്ക് സംവിധായകനെയും കഥയെയും കഥാപാത്രത്തെയും ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ വിഷയമാണ് അത് പുറത്തിറങ്ങുന്നതും ഇറങ്ങിയിട്ട് ജനം എടുക്കുന്നതും എടുക്കാതിരിക്കുന്നതും. അതിനെക്കുറിച്ച് നമുക്കൊരു പ്രത്യേകിച്ചൊരു ഒപ്പീനിയൻ പറയാനുള്ള അവകാശമില്ല. നമ്മുടെ പണി കഴിഞ്ഞു, കൊടുത്തത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. പഞ്ചക്കള്ളൊക്കെ വെക്കാൻ ഞാൻ പ്രസ്താവന ഇറക്കിയിട്ട് വിജയിച്ച പടമല്ല. ഞാൻ ആരുടെയും പുറകെ നടന്നിട്ട് എന്നെ പറ്റി 10 വാക്ക് പറയുന്നതല്ല, അല്ലേ? നന്നായിട്ട് പണിയെടുത്താൽ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവരിഷ്ടപ്പെട്ടു എന്ന് പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അത് അത്രയും വേണ്ടായിരുന്നു, ഇങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങോട്ട് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം പലരും പറയാറുണ്ട് റിവ്യൂ പറയുന്നതൊക്കെ മാറ്റി വയ്ക്കണം, അഭിപ്രായം അങ്ങനെ തുറന്നു പറയാൻ പാടില്ല ആദ്യത്തെ ദിവസങ്ങളിൽ നിന്നൊക്കെ. അപ്പം ഇതേ ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്, അതാണ് ഒരു ഭാഗം മാത്രമേ ഒരു അല്ല. എനിക്കിപ്പോൾ അതിന് രണ്ടും പറയാൻ പറ്റില്ല. മീൻസ് അത് തെറ്റാണെന്നോ ഇത് ശരിയാണെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇത്തരം വിവാദങ്ങളിലൊന്നും വീഴാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ ഒരു മോശം സിനിമയല്ല. അത് ഇന്ത്യയിലെ മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു.
ഇന്നല്ലെങ്കിൽ നാളെ ആ സിനിമ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടും. ഒരു സിനിമ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്ന സമയവും അത് ഓഡിയൻസിൻ്റെ ഒരു മൈൻഡ് സെറ്റും നമ്മളതിന് കൊടുക്കുന്ന പല അതിനെക്കുറിച്ച് പുറത്തേക്ക് വരുന്ന പല വാർത്തകളും ഇതൊക്കെ വെച്ചിട്ടാണ് കൊമേഴ്സ്യൽ ഹിറ്റുകൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതൊക്കെ പല സിനിമയ്ക്കും ശരിയായി വരാം, തെറ്റായി വരാം. അതുകൊണ്ടൊക്കെ ഒരു സിനിമ കൊമേഴ്സ്യൽ വിജയം കാണാതെ പോയേക്കാം. പക്ഷേ അതിൻ്റെ ഒരു സിനിമ മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആർട്ട് ഒരിക്കലും താഴെയല്ല. ഒരു മുത്തശ്ശി കഥ എന്ന് പറഞ്ഞാൽ അത് അത്രയും നന്നായിട്ട് മുത്തശ്ശി കഥ സിനിമയാക്കാൻ ഇതുവരെ ആരും ശ്രമിച്ചിട്ടില്ല. ഇനി ശ്രമിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻസ്പിറേഷൻ ഇല്ലാതെ സാധിക്കുകയുമില്ല എന്ന് തന്നെയാണ് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക്, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. 100ഓളം ദിവസം ഒരുപാട് പേര് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് അവരുടെ പുതിയ പുതിയ ഐഡിയാസൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണത്. അപ്പോൾ അതൊരിക്കലും ഒരു ചെറിയ സിനിമയല്ല, ഒരു മോശം സിനിമയല്ല, നല്ല സിനിമ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഇന്ത്യയിൽ തന്നെ എത്ര സിനിമകളൊക്കെ ചെയ്യാൻ ധൈര്യം കാണിക്കുന്നത് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. വേറെ എവിടെയും ഇങ്ങനത്തെ ആലോചന പോലും നടക്കുന്നില്ല. ബ്രഹ്മയുഗം പോലെ ഒരു ആലോചന നടക്കുന്നുണ്ടോ? അവരൊക്കെ നമ്മുടെ സിനിമ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. തെലുങ്കിലും തമിഴിലൊക്കെ അടുത്ത ഏതാ പടം നമ്മൾ വിളിച്ചു ചോദിക്കും. എൻ്റെ പടമല്ല, മലയാളത്തിലടുത്ത വൈറലായ അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് ആവുന്ന പടം ഏതാണെന്ന് പറയണോട്ടോ എന്ന് പറയുന്ന തമിഴ് തെലുങ്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. കണ്ടന്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പം സാമ്പത്തിക വിജയത്തിന്റെ കാര്യത്തിലും ബൗണ്ടറികളൊക്കെ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു ഒരു രക്ഷയില്ല. മലയാള സിനിമ ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏറ്റവും നല്ല പേസിലാണ്, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചില സിനിമകളെ സാധാരണ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് മലയാളത്തിൻ്റെ എൻ്റെ നാടിൻ്റെ സിനിമ എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെയും കൂടി നമ്മൾ ചെയ്യണം. നമ്മൾ മറ്റേ സാധാരണ ട്രാക്കിൽ ഓടുന്ന ഒരു മത്സര ബുദ്ധി മാറ്റി വെച്ചിട്ട് അങ്ങനെ എടുക്കേണ്ട സിനിമയാണ് ഈ പറഞ്ഞ മലൈക്കോട്ടെ ബാലവനും ബ്രഹ്മയുഗവും മഞ്ഞുമൽ ബോയ്സും പ്രേമലും വരാൻ കിടക്കുന്ന ആടുജീവിതവും. ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച് കേട്ടാൽ, ആ ദിവസങ്ങളെക്കുറിച്ച് കേട്ടാൽ നമുക്ക് ശരിക്കും പെയിൻഫുള്ളാണ്. ആ സംവിധായകൻ എത്ര വർഷമായിട്ടാണ് ബ്ലെസ്സി സാറ്, പൃഥ്വിരാജ്, അദ്ദേഹം, അങ്ങനെ ഒരുപാട് പേര് അതിൽ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്ത ഒരാൾ പോലും ഒരുപാട് നാളുകൾ മാറ്റിവെച്ച് മറ്റു പരിപാടികളൊക്കെ മാറ്റിവെച്ച് കഷ്ടപ്പെട്ട് ഇറക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയെ നമ്മൾ സാധാരണ അഭിപ്രായം പറഞ്ഞ് ഇല്ലാതാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. സിനിമയുടെ വഴിക്ക് വിടുക. മാക്സിമം നമ്മുടെ സിനിമ എന്നൊരു ബോധത്തിൽ അതിനെ ഇന്ത്യക്ക് പുറത്തേക്ക് വിടാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എന്നാണ്. അതായത് അഭിപ്രായം പറയാം, പക്ഷേ ഡീഗ്രേഡ് ചെയ്തിട്ട് നശിപ്പിച്ച് കളയരുത്. അതെ, അത് ഒരു സിനിമയും അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. പിന്നെ ആദ്യം ചോദിച്ചല്ലോ അഭിപ്രായം പറയുന്നത്, ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ. ഞാൻ അഭിപ്രായം പറയുമ്പോൾ എൻ്റേതായ ഒരു കാഴ്ചപ്പാടുണ്ട്, എൻ്റേതായ ഒരു എത്തിക്സ് ഉണ്ട്, എൻ്റേതായ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, എൻ്റേതായ ഒരു സംസ്കാരമുണ്ട്. അത് ഓരോരുത്തർക്കും വേറെ വേറെ ആയിരിക്കും. അത് നമുക്ക് ഓരോരുത്തർക്കും പോയി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ ഭാഷയിൽ പറയൂ, നിങ്ങൾ ഇത്രയും പറയൂ, നിങ്ങൾ അതിനെക്കുറിച്ച് പറയല്ലേ, അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ സിനിമ വിട്ട് കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോയി. പിന്നെ അത് എടുക്കുന്നവരുടെ രീതിയാണ്. അപ്പം അതിൻ്റെ വഴിക്ക് വിടുക, അത്രേ ഉള്ളൂ. ടോട്ടൽ മലയാളികൾ അഭിമാനിക്കേണ്ട അല്ലെങ്കിൽ മലയാളികൾ ഒന്നിച്ച് നിന്ന് ലോക സിനിമയുടെ മുമ്പിലേക്ക് വെക്കേണ്ട സിനിമകളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആടുജീവിതം, മലൈക്കോട്ടെ വാലിബൻ, ബ്രഹ്മയുഗം എന്നൊക്കെ പറയുന്ന സിനിമകൾ. ഇപ്പോൾ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് പലർക്കും പല നിലപാടുകളുണ്ടാവും. ഇപ്പം ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാര്യം ചോദിക്കുകയാണ്. ബോഡി ഷേമിങ് ജോക്കുകൾ, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് അത്തരത്തിലൊരു കഥാപാത്രം, അതായത് ആ ബോഡി ഷേമിങ് ജോക്കുകളൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഡയലോഗുകളോ കാര്യങ്ങളൊക്കെ പറയാണ്ടെങ്കിൽ ആ കഥാപാത്രം ഒഴിവാക്കുമോ അല്ലെങ്കിൽ ഒരു സിനിമയാണെന്ന് കരുതിയേ ചെയ്യൂ? സിനിമ ഒഴിവാക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പല സിനിമ ഒഴിവാക്കേണ്ടി വരും, വീട്ടിലിരിക്കേണ്ടി വരും ചിലപ്പോൾ. കാരണം വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയമായിരിക്കും. ഞാനൊരു കോൺഗ്രസ്സുകാരനായിട്ട് അഭിനയിക്കേണ്ടി വരും, ഒരു BJP-കാരനായിട്ട് അഭിനയിക്കേണ്ടി വരും,
കമ്മ്യൂണിസ്റ്റുകാരൻ. ഞാനിപ്പോൾ ജീവിതത്തിൽ എനിക്ക് ഇടതുപക്ഷ അനുഭാവിയാണ് എന്ന് പറഞ്ഞ് ഞാൻ സിനിമയിലെപ്പോഴും ഇംഗ്ലോൺ സിന്ദാബാദ് എന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആക്ടർ എന്നുള്ള നിലയ്ക്ക് എല്ലാം എടുക്കേണ്ട വരും. അപ്പോൾ അത് എഴുതുന്നവരും അത് സംവിധാനം ചെയ്യുന്നവരൊക്കെയാണ് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണിത്, അല്ലെങ്കിൽ അവരാണ് തിരുത്തപ്പെടേണ്ടത്. അല്ലാതെ നടന് അത് ഞാനത് പറയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരാൻ ഒരു സ്വാതന്ത്ര്യമില്ല. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആക്ടർ ശരിക്കും പറഞ്ഞാലൊരു ടൂൾ മാത്രമാണ്. അതിന് നമ്മൾ തയ്യാറായില്ലെങ്കിൽ, നമ്മളുടെ മനസ്സ് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ആ ജോബ് പറ്റില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു മീഡിയയാണ് സിനിമ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിൽ ജനപ്രീതിയുള്ള ആളുകൾ, ഇപ്പം മെയിൻ സൂപ്പർ സ്റ്റാർസൊക്കെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ, ഇപ്പം റേപ്പ് ജോക്കോ അങ്ങനെ എന്തിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്തിട്ട്, ഇപ്പം എന്താണ് ഉദാഹരണത്തിന് പറയുന്നത്, നീ വെറും പെണ്ണാണ്, അല്ലെങ്കിൽ കാല് മടക്കി തൊഴിക്കാൻ ഒരു പെണ്ണിനെ വേണം എന്നൊക്കെ പറയുമ്പം അത് ആഘോഷിക്കപ്പെടുമല്ലോ ഒരു തരത്തിൽ, ഒരു വിഭാഗത്തിന് അടിച്ചമർത്തിയിട്ട്. അപ്പം അത്തരം വേഷങ്ങളൊക്കെ ഒരു കലാകാരൻ ഏറ്റെടുക്കുമ്പോൾ, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ അത്തരം സീനുകളെ പ്രൊമോട്ട് ചെയ്തോ അല്ലെങ്കിൽ അത്തരം ഒരു എഴുത്തോ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അഭിനയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തേ പറ്റൂ, ഞാൻ ചെയ്യണം. അത് നല്ലതോ ചീത്തയോ എന്നൊന്നും എനിക്ക്, എൻ്റെ അഭിപ്രായമാണ്, ഞാൻ ചെയ്യും. കാരണം എൻ്റെ ജോലിയും കൂടിയാണിത്, എൻ്റെ പാഷനും എൻ്റെ കലയും മാത്രമല്ല, എൻ്റെ ഉപജീവനവും കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ എഴുത്തുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചോദിക്കേണ്ടത് നടന്മാരോടല്ല, എഴുത്തുകാരോടാണ്. അവർക്കത് ഒരു ഷെയിമായിട്ട് തോന്നണം. ഈ സമൂഹത്തിന് ഒരു നെഗറ്റീവ് എനർജിയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. നമ്മൾ ഇനി ഇതേപോലത്തെ സീൻ എഴുതുന്നില്ല, എൻ്റെ പേന അങ്ങനെ ചലിക്കില്ല എന്ന് അവർ തീരുമാനമെടുത്താൽ ഈ പ്രശ്നം തീർന്നില്ലേ? പിന്നെ നടനെ ഇതിൽ കിടന്ന് ഉരുളേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ സംവിധായകൻ, ഞാൻ ഇങ്ങനൊരു ഫ്രെയിം വെക്കില്ല, എനിക്ക് അമ്മയുണ്ട്, എനിക്ക് പെങ്ങളുണ്ട്, എനിക്ക് കാമുകിയുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, മകളുണ്ട് എന്ന് ഈ ഫ്രെയിം വെക്കുമ്പോൾ ഒരു സംവിധായകൻ ചിന്തിച്ചാൽ പോലെ മതി. അപ്പം നടനിലേക്ക് എത്തുന്നതിന് എത്രയോ മുമ്പ് നമുക്ക് ഇതില്ലാതാക്കാം. അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ മുമ്പിൽ വരുന്ന സംവിധായകരോടും പ്രൊഡ്യൂസേഴ്സിനോടും എഴുത്തുകാരോടും ഈ ചോദ്യം ചോദിക്കും. തീർച്ചയായും ചോദിക്കും. കാരണം ഒരുപാട് മാറ്റങ്ങൾ വരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ. പിന്നെ നമുക്ക് കുടുംബവിശേഷങ്ങളിലേക്ക് വരാം. ഇസൈ ആളിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇസൈ ഇപ്പോൾ തകർക്കല്ലേ. ഇസൈ ഇപ്പോൾ ഈ മാർച്ച് 19 ഇസൈയുടെ പിറന്നാളായിരുന്നു. ഞാൻ ഈ സിനിമയുടെ തിരക്കുകളൊക്കെ കാരണം അത് വലിയ രീതിയിലൊന്നും ആഘോഷിച്ചിട്ടില്ല. പിന്നെ 1ാം പിറന്നാളോ 2ാം പിറന്നാളോ ഒന്നും ആഘോഷിച്ചിട്ടില്ല. അത് പിന്നീട് എപ്പോഴെങ്കിലും രീതിയിൽ എല്ലാവരും വിളിച്ചൊരു ആഘോഷമൊക്കെ നടത്തണമെന്നുണ്ട്. പിന്നെ ആള് ഭയങ്കര ഉഷാറാണ്, ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. സിനിമ കണ്ടു, അഞ്ചക്കള്ളൊക്കെ. സിനിമകളൊക്കെ കാണുമ്പോൾ എന്താ ആളുടെ എൻ്റെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് കണ്ടൊരു സിനിമ ഇതാണ്. അതിൽ എന്നെ തല്ലുന്ന അല്ലെങ്കിൽ എന്നെ കുറച്ച് സീൻസ് ഉണ്ട്. ആ സീൻസ് കണ്ടപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു ആള്. പേടിച്ച് പപ്പ ചത്തു എന്ന് പറഞ്ഞ, അമ്മ പപ്പ ചത്തു എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് എന്നെ ഇങ്ങനെ നോക്കും, ചത്തില്ല. അങ്ങനെ അപ്പോൾ ഇസയുടെ കോമഡികളും കളികളൊക്കെ കണ്ടിങ്ങനെ ഹാപ്പി ആയിട്ട്. ആള് ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം എന്താ ചേട്ടന്? എന്താ പറയുക, നമ്മൾ വീട്ടിൽ കുറേയും കൂടി ആക്റ്റീവാണ്. പിന്നെ ഈ അച്ഛൻ മകൻ അല്ല മകൾ എന്ന് പറയുന്ന ബന്ധം ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധമാണ് എന്ന് എനിക്ക്. ഇപ്പോൾ ഓരോ ബന്ധങ്ങളും ഇങ്ങനെയാണ്. ഭാര്യ വരുന്നത് മുമ്പ് വരെ സുഹൃത്തുക്കളും അമ്മയും മാത്രമായിരുന്നത്. ഭാര്യ വന്നപ്പോൾ ഭാര്യയ്ക്കും കൂടി ആ ഷെയർ ഉണ്ട്. ഇപ്പോൾ ഭാര്യ കഴിഞ്ഞപ്പോൾ മകൻ വന്നപ്പോൾ മകനായി. അപ്പോൾ ഓരോ ബന്ധങ്ങൾക്കും അതിൻ്റേതായ മൂല്യങ്ങളുണ്ട്. ഇസൈ ഭയങ്കര എനർജിയാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് സങ്കടം ഉണ്ടെങ്കിലും അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത് മാറും. നമ്മളൊരു നല്ല സിനിമ കാണുന്ന പോലെ, പാട്ട് കേൾക്കുന്ന പോലെയോ ഒരു ഡാൻസ് കാണുന്ന പോലെയൊക്കെയാണ് കുട്ടികളുടെ കൂടെ കളിക്കുമ്പോഴും അവരുടെ കൂടെ നിൽക്കുമ്പോഴൊക്കെ തോന്നുന്നത്. അഞ്ജലി ചേച്ചി ഒരു സിനിമ കണ്ടിട്ടുണ്ട്. അഞ്ജലി ചേച്ചി ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ അതിനെ വിമർശിക്കുകയൊക്കെ ചെയ്യുമോ ചേട്ടൻ്റെ പ്രകടനത്തിനും മറ്റുമൊക്കെ? വിമർശിക്കാനുള്ള സാഹചര്യം ഞാനങ്ങനെ അധികം കൊടുക്കാറില്ല. എൻ്റെ ക്യാരക്ടർ
മോശമായിട്ട് തോന്നിയിട്ടുള്ള അങ്ങനെ ഒരു ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് അതേപോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് അതേപോലെ തന്നെ ഉണ്ട്, ആ ഡയലോഗ് പറഞ്ഞപ്പോൾ മറ്റേതാണെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മാക്സിമം നമ്മുടെ പഴയ ക്യാരക്ടറുകളൊന്നും കയറി വരാതിരിക്കാനൊക്കെ. വീട്ടിലങ്ങനെ പറഞ്ഞ ഒരാളാണ് വലിയ ഭാര്യയാണ് ഓൺലൈൻ എൻ്റെ സപ്പോർട്ടർ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഭാര്യയാണ്. ഇപ്പോൾ മെസ്സേജുകൾ മാത്രം ഞാൻ നോക്കും, അതിനും റിപ്ലൈ അയക്കും. ബാക്കി പോസ്റ്റ് ചെയ്യുന്നതും അത്തരം കാര്യങ്ങളൊക്കെ ഭാര്യ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ. പ്രത്യേകിച്ച് സിനിമയിലേക്ക് തന്നെ വരാം. ഇപ്പം തിരിച്ച് സിനിമയിലേക്ക് തന്നെ വരാം. പഞ്ചകളൊക്കെ ഇങ്ങനെ വിജയകരമായിട്ട് പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വരാനുള്ള സിനിമകൾ ഏതൊക്കെയാണ്? അഞ്ചകളൊക്കെ വെക്കാനെ കുറിച്ച് കുറച്ചും കൂടി പറയണമെന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ വിജയിക്കാനുള്ള കാരണങ്ങൾ ഒരുപാടാണ്. അതിൻ്റെ പ്രധാന കാരണം ആ സംവിധായകൻ തന്നെയാണ്. ആ സംവിധായകൻ്റെ എഴുത്താണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എഴുത്തിൽ വേറൊരാളും കൂടിയുണ്ട്. പിന്നെ മണികണ്ഠൻ അയ്യപ്പയുടെ സംഗീതം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, എഡിറ്റർ, അതേപോലെ ലുക്മാൻ്റെ നായക കഥാപാത്രം ചെമ്പൻ ചേട്ടൻ പൂണ്ട് വിളയാടിയിട്ടുള്ളൊരു ക്യാരക്ടർ. അതേപോലെ 2 പുതിയ ആളുകളെ, പുതിയതല്ല, ഒരു അങ്കമാലി ഡയറീസിൽ ഒരാളുണ്ടായിരുന്നു, ഒരാൾ അങ്കമാലി ഡയറീസിൽ അപ്പാനി രവി എന്ന് പറയുന്ന ശരത്ത് ചെയ്ത ക്യാരക്ടറിൻ്റെ അളിയനായിട്ട് മരംകുത്തി സിജോ. പിന്നെ കമ്മട്ടിപ്പാടത്തിലെ ഗംഗ, ചെറിയ വിനായകൻ ചേട്ടൻ്റെ ചെറുപ്പം പ്രവീണും ഇതിനകത്ത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിലെ ടെക്നീഷ്യൻസിൻ്റെ മാക്സിമം ടാലൻറ്റ് യൂസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ സൈഡിൽ ഇപ്പോൾ ചെമ്പോസ്കി പ്രൊഡക്ഷൻ്റെ ബാനറിൽ ചെമ്പഞ്ചേട്ടൻ മറ്റ് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഈ പ്രൊഡക്ഷൻ, ഗംഭീര പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലേ ഗംഭീര സിനിമ ഉണ്ടാവും. ഗംഭീര പ്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കോടാനുകോടി രൂപ ഇടുക എന്നുള്ളതല്ല, ആവശ്യമുള്ള സാധനം അത് ബാർഗെയിൻ ചെയ്യാതെ കൃത്യമായിട്ട് കൊടുക്കുക, കൃത്യസമയത്ത് കൊടുക്കുക എന്ന് പറയുന്നൊരു ഘടകമുണ്ടല്ലോ. ആ സംവിധായകൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് പ്രൊഡക്ഷനാണ്. ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ബലം, അത് ഗംഭീരമായിട്ട് പ്രൊഡക്ഷൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത്തരം ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഇപ്പം എനിക്കാണെങ്കിൽ പോലും ഒരു ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ വന്നിരിക്കാനുള്ള ഒരു ഹിറ്റ് സമ്മാനിച്ചിട്ടുള്ള. അപ്പോൾ ഇത്രയും പേരെ ഞാൻ സ്മരിക്കുന്നു. ഇവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇത് സാങ്കല്പിക ഗ്രാമം പോലെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും? ഇത് കുട്ടിക്കാനം, ഇടുക്കി ആ ഒരു ഭാഗം, ആ മേഖലയാണ്. പേരുകളൊക്കെ തന്നെ വ്യത്യസ്ത, ശങ്കരാഭരണം അങ്ങനെ പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെ, നടവരമ്പൻ, അങ്ങനെ ഭയങ്കര രസമുള്ള പേരുകളാണ്. ഗില്ലാപ്പികൾ, അതെ ഗില്ലാപ്പികൾ പറയാൻ പറ്റും. ആ ഗില്ലാപ്പികൾ എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന വായിക്കുന്ന പോലത്തെ ക്യാരക്ടേഴ്സ്, അതിനെ സ്ക്രീനിൽ കൊണ്ടുവന്ന് ജീവൻ കൊടുത്ത് കാണിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. ഭയങ്കര പ്രത്യേകത ഉള്ളൊരു 2 ചെറുപ്പക്കാർ. അത് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണണം. കാരണം അതിൻ്റെ ഈ ടെക്നീഷ്യൻസിൻ്റെ ഒരു ടാലൻ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ, അത് സൗണ്ട് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ തിയേറ്ററിൽ കാണണം. ലിജോ ചേട്ടനൊക്കെ ഓർമ്മ വരും ഈ ഉല്ലാസേട്ടൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ. അതെ. ആ ഒരു ഇൻസ്പിറേഷനൊക്കെ തീർച്ചയായിട്ടും ഉല്ലാസേട്ടനുണ്ടാവും. കാരണം ഒരു ഒറ്റ ഗ്യാങ്ങാണ്, അതാണല്ലോ വന്നിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇനി വരാനുള്ള സിനിമകൾ ഏതൊക്കെയാണ്? ഇനിയിപ്പോൾ RDXൻ്റെ പ്രൊഡക്ഷൻ, സോഫിയ പോൾ മാഡത്തിൻ്റെ കൊണ്ടൽ എന്ന് പറയുന്നൊരു സിനിമ, പെപ്പെ നായകനായിട്ട് അജിത് മാമ്പള്ളി എന്ന് പറയുന്ന ഒരു പുതിയ സംവിധായകൻ. സംവിധാനത്തിൽ പേരിൽ മാത്രമാണ് പുതിയത്, ഒരുപാട് കാലമായിട്ട് സിനിമാ മേഖലയിലുണ്ട്. പിന്നെ പുള്ളി ചെയ്തു വരുന്ന, മേക്ക് ചെയ്ത് എടുത്തിട്ടുള്ള ഷോർട്സ് കണ്ടു കഴിഞ്ഞാൽ ആരും പുതിയതാണെന്ന് പറയില്ല. ആക്ഷന് പ്രാധാന്യമുള്ള സിനിമയാണോ? ആക്ഷനും പ്രാധാന്യമുണ്ട്, മറ്റ് വികാരങ്ങൾക്കൊക്കെ പ്രാധാന്യമുള്ള സിനിമയാണ്. കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണല്ലേ. പിന്നെ വേറെ ഇപ്പോൾ തമിഴ് ശശികുമാർ സാറിൻ്റെ ഒരു പടമുണ്ട്, പിന്നെ ഒരു വെബ് സീരീസ്, പിന്നെ കുറച്ച് സിനിമകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരുപാട് സിനിമകൾ. പിന്നെ റാ എന്ന് പറയുന്നൊരു സിനിമ, അത് എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു
എൻ്റെ കഥാപാത്രം മഴയുടെ മഴ തന്നെ മഴ എന്ന് പറയുന്നൊരു നോവലുണ്ട്, ഒരു ചെറുകഥയുണ്ട്. അത് ഗിരീഷ് PC പാലത്തിൻ്റെയാണ്. നാടകമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിനൊരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഗിരീഷ് ഏട്ടൻ അത് സിനിമയാക്കി, അദ്ദേഹം തന്നെയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിൽ ഞാനും നന്ദു, ആക്ടർ നന്ദു ഉണ്ടല്ലോ, ഓട്ടം സിനിമയിലൊക്കെ ഹീറോ ആയിട്ടുള്ള, നമ്മുടെ ഇപ്പോൾ 2018 പൈലറ്റ് ആയിട്ടൊക്കെ നന്ദൂര് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ നന്ദു ഞാനും ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട്, ഒരു പടം വരാനുണ്ട്. അത് ഒരു ഫെസ്റ്റിവലിനൊക്കെ കൂടുതൽ അയച്ചിട്ടുള്ള, എന്നാൽ കൊമേഴ്സ്യലായിട്ടും തിയേറ്ററുകളിലും വരാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അതിൽ ഒരു വ്യത്യസ്തമായൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതീക്ഷകൾ ഇനിയും ഒരുപാട് ഉണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ കമ്മട്ടിപ്പാടത്തിലെ ബാലൻ ചേട്ടനും നമ്മുടെ ശങ്കരാഭരണത്തിനൊക്കെ പോലെ ഒരുപാട് ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്ന, ഒരുപാട് അഭിനന്ദിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും വരാൻ സാധിക്കട്ടെ. അപ്പോൾ താങ്ക് യു. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.